നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ യാത്രയാണ്. പലതരത്തിലുള്ള മനുഷ്യർ, പല വിധത്തിലുള്ള അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ നിറഞ്ഞ ഒരു യാത്ര. ഈ ഒരു യാത്രയ്ക്കിടയിൽ ചില പ്രത്യേക സന്ദേശങ്ങൾ ചില നിർണായക സമയങ്ങളിൽ നമ്മെ തേടിയെത്താറുണ്ട്, അല്ലേ? നമ്മൾ വിചാരിക്കാത്ത സമയത്തെ ആയിരിക്കും, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും അത്തരം സന്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചിലപ്പോൾ അതൊരു വലിയ മുന്നറിയിപ്പായിരിക്കാം. അതായത് വരാൻ പോകുന്ന ഏതോ ഒരു അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള മുന്നറിയിപ്പ്. മറ്റു ചിലപ്പോൾ അത് ഓർമ്മപ്പെടുത്തൽ ആയിരിക്കാം. നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നാം മനഃപൂർവ്വം അവഗണിച്ച ചില സത്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള വളരെ ഗൗരവമേറിയ ഒരു ദൈവികമായ സന്ദേശത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വരാനിരിക്കുന്ന ഒരു വലിയ സത്യത്തെ നേരിടാൻ നാം മാനസികമായും ആത്മീയമായും തയ്യാറാകണമെന്നുള്ള ഒരു സന്ദേശമാണിത്. മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഇത് കേൾക്കുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ തോന്നാം, മനസ്സിൽ ഒരു ഭയം തോന്നാം, വല്ലാത്തൊരു വിമിഷ്ടം അനുഭവപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തരം കടന്നു വരുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് അപൂർവമായി ലഭിക്കുന്നതായിരിക്കാം. എന്നിരുന്നാലും ഇത് നിങ്ങൾക്ക് ഭഗവാന്റെ ചൈതന്യമുള്ളത് കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്, നിങ്ങളുടെ വഴിപാടുകളുടെ പുണ്യം തന്നെയാണ്. പല ആളുകളും ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ഓർക്കാതെ അല്ലെങ്കിൽ പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. വലിയ മഴക്കും കൊടുങ്കാറ്റിനുമെല്ലാം മുന്നേ നമുക്ക് അലർട്ടുകൾ തരാറില്ലേ? റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്. അതുപോലെ ജീവിതത്തിൽ അപകടങ്ങൾ നിറഞ്ഞ യാത്രകളാകുമ്പോൾ ഭഗവാൻ മുന്നറിയിപ്പ് തരും. ഈ പ്രപഞ്ചം നമുക്ക് മുന്നറിയിപ്പ് തരും. അത് പരിഗണിച്ച് അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വരികയില്ല. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ അപകടങ്ങളും വലിയ പ്രതിസന്ധികളും വലിയ നാശനഷ്ടങ്ങളുമായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കാണണമെന്ന് പറയുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ഈ സന്ദേശം എത്തിയതും നിങ്ങളിത് കേൾക്കാൻ ഇടയായതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഭഗവാന്റെ രക്ഷാകവചം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, ആത്യന്തികമായി നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മെ കൂടുതൽ കരുത്താക്കാൻ വേണ്ടിയുള്ള ഒന്നാണിത്. ഒരു ഇരുമ്പ് കഷ്ണം തീച്ചുളയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ അതിനെ വേദനിക്കുന്നുണ്ടാകാം, പക്ഷേ പുറത്തു വരുമ്പോൾ അത് മാറ്റുകൂടിയ ഉരുക്കായി മാറുന്നു. അതുപോലെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ പോകുന്ന ഒന്നാണ്. ഈ സന്ദേശം തുടങ്ങുന്നത് തന്നെ നമ്മെ എല്ലാവരെയും പിടിച്ചു നിർത്തുന്ന വളരെ ശക്തമായ ഒരു ആഹ്വാനത്തോടെയാണ്. നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: നിങ്ങളിപ്പോൾ എന്ത് ജോലിയിൽ ആയിരുന്നാലും, എന്ത് ചിന്തയിലായിരുന്നാലും, എത്ര തിരക്കിലായിരുന്നാലും ഒരു നിമിഷത്തേക്ക് അതെല്ലാം മാറ്റിവെക്കുക. നിങ്ങളുടെ ഫോണിലെ മറ്റു ചിന്തകൾ, നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ, ഇന്നലത്തെ സങ്കടങ്ങൾ എല്ലാം ഒരു 30 മിനിറ്റ് മാറ്റി നിർത്തുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇനി വരാനിരിക്കുന്ന വലിയ സത്യത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. ഒരു തടാകത്തിലെ വെള്ളം ഇളകി മറിഞ്ഞു കിടക്കുമ്പോൾ അതിൽ നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയില്ല. വെള്ളം ശാന്തമാകുമ്പോൾ മാത്രമേ സത്യം തെളിഞ്ഞു കാണൂ. അതുപോലെ ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായി ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിരോധിക്കേണ്ടതും നാം തന്നെയാണ്. മറ്റുള്ളവരെല്ലാം ഒരുപക്ഷെ നമ്മുടെ തകർച്ചയ്ക്കായി ആഗ്രഹിക്കുന്നവരാവാം, നമ്മുടെ ചുറ്റുമുള്ളവരിൽ കൂടുതൽ പേരും. അതുകൊണ്ട് ജീവിതത്തിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെക്കുറിച്ചുമുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ശുഭകരമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നാം മുൻകൂട്ടി മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമുണ്ടാവുകയില്ല. അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചിട്ടയായ ജീവിതം തന്നെയായിരിക്കും അവർക്ക്. അവർ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകും. അവർ ജീവിത വിജയം കൈവരിക്കും. അവരെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല. താൻ പാതി ദൈവം പാതി എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ തന്നെ ചെയ്യണം. ഭഗവാൻ ചെയ്യേണ്ടത് ഭഗവാൻ കൃത്യമായി ചെയ്തിരിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഇല്ലാതെ, വലിയ രീതിയിലുള്ള പ്രയാസങ്ങളില്ലാതെ സന്തോഷപൂർണ്ണമായൊരു ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം ലഭിക്കും. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായി ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാൻ പോകുന്ന ഒരു വലിയ വെളിപ്പെടുത്തലിന് സാക്ഷിയാകാൻ നമ്മൾ മാനസികമായി തയ്യാറെടുക്കേണ്ടതുണ്ട്.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, ഇത് വെറുമൊരു കഥയല്ല, അല്ലെങ്കിൽ ഇത് ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു സാങ്കല്പിക കഥയുമല്ല, മറിച്ച് വളരെ പെട്ടെന്ന് വളരെ അടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമാണ്. അതായത് ഈ കാലത്തെയും നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ആ പ്രപഞ്ചശക്തി, ആ ജഗദീശ്വരൻ ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നതിന് തൊട്ടു മുൻപുള്ള ആ ശാന്തതയിൽ നമുക്ക് മുൻകൂട്ടി നൽകുന്ന ഒരു സൂചനയാണിത്. കൊടുങ്കാറ്റ് വരുന്നതിന് മുൻപ് പ്രകൃതിയൊന്നും നിശ്ചലമായി പക്ഷികൾ കൂടുതേടും. അതുപോലെ ഒരു സൂചന വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന സാഹചര്യത്തെ വിവേകത്തോടെ നേരിടാൻ തയ്യാറെടുക്കാനാണ്. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലും നമുക്കൊപ്പമുള്ള ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി, നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജം കടന്നു വരുന്നതിന് സഹായിക്കുന്നു. നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിത്യേന സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തകിടം മറിയും. നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ദേഷ്യവും ആശങ്കകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മടിയും അലസതയും നമ്മെ വേട്ടയാടാൻ തുടങ്ങും. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതം ശാന്തമാക്കി സമാധാനപൂർണ്ണമാക്കി ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കുന്നു. നമ്മൾ എത്ര തന്നെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയായാലും നിത്യേന വരുന്ന ഇത്തരം ഊർജ്ജം നമുക്കൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് സാധ്യമാവുന്ന വേളയിലെല്ലാം തന്നെ നമുക്കിത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നത് അതീവ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സന്ദേശത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ പരാമർശിച്ച ഇനി വരാൻ പോകുന്ന ദിവസത്തിൻ്റെ, അതായത് വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സത്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന, ജീവശ്വാസമായി കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും വലിയ മാറ്റം വരാൻ പോകുന്നു. ഇത്രയും വലിയൊരു കാര്യം ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയം അനുഭവപ്പെടും, സ്വാഭാവികമാണ്. എന്നാൽ ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം നിങ്ങളിൽ ഭയം നിറയ്ക്കുക എന്നതല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ആഘാതത്തെ നേരിടാൻ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ ശക്തി സംഭരിക്കാൻ ഒരവസരം നൽകുക എന്നതാണ്. നമുക്ക് മുന്നിൽ ഒരു അപകടം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മൾ ഓടി ഒളിക്കുകയല്ല ചെയ്യുക, അതിനെ നേരിടാൻ സ്വയം സജ്ജരാവുകയാണ് ചെയ്യുക. ഈ വരാനിരിക്കുന്ന വെളിപാട് നിസാരമായ ഒന്നായിരിക്കുകയില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയെ തന്നെ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഒന്നായിരിക്കും. നാം ജീവിക്കുന്ന ഒരു വീടിൻ്റെ അടിത്തറ ഇളകിയാൽ എങ്ങനെയുണ്ടാകും? ആ വീട് മുഴുവൻ തകർന്നു വീഴാൻ പോകുന്നു എന്ന ഭയം നമ്മെ പിടികൂടുമല്ലേ? അതുപോലെ ഒരു അനുഭവമായിരിക്കും ഇത് നിങ്ങൾക്ക്. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ വിശ്വാസങ്ങളുടെ, ബന്ധങ്ങളുടെ കോട്ടകൾക്ക് ഒരു വലിയ കുലുക്കം തട്ടാൻ പോകുന്നു. ഒരു നിമിഷത്തേക്ക് നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നും. ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത് വളരെ മനോഹരമായി കെട്ടിപ്പോക്കിയ ഒരു നുണയിലായിരുന്നോ എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ആഴത്തിൽ നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ മുൻഗണനകളെ അത് മാറ്റിമറിക്കും. അപ്പോൾ എന്താണ് ആ ഭയാനകരമായ സത്യം? എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന കാര്യം ഒരു പ്രകൃതി ദുരന്തമല്ല, ഒരു ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടവുമല്ല. അതിനേക്കാൾ ഒക്കെ എത്രയോ ആഴത്തിൽ മനുഷ്യൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഒന്നാണ് വഞ്ചന. അതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങളുടെ ഏറ്റവും അടുത്തു നിന്നുള്ള ഒരാളുടെ വഞ്ചന. നമ്മൾ കടലിൽ ഒരു മഞ്ഞുമല കാണുമ്പോൾ അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുകയുള്ളൂ, അല്ലേ? എന്നാൽ അതിൻ്റെ ഭീകരമായ വലിയൊരു രൂപം മുഴുവൻ മറഞ്ഞിരിക്കുന്നത് കടലിൻ്റെ ആഴങ്ങളിലാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ കണ്ടത് ആ വ്യക്തിയുടെ വഞ്ചനയുടെ അല്ലെങ്കിൽ ചതിയുടെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും, ചെറിയൊരു അംശം മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ ഭീകരത, അതിൻ്റെ പൂർണ്ണ രൂപം ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഒരു വഞ്ചനയെ ഏറ്റവും കൂടുതൽ വേദനാജനകമാക്കുന്നത് എന്താണെന്നറിയാമോ? അത് എന്ത് വഞ്ചനയാണ് എന്നുള്ളതല്ല, മറിച്ച് അത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു അപരിചിതൻ വഴിയിൽ പോകുന്ന ഒരാൾ നമ്മളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നാം അത് മറക്കും. കാരണം നമുക്ക് അയാളോട് വൈകാരികമായ ബന്ധമില്ല. എന്നാൽ നാം സ്വന്തം ജീവൻ്റെ ഭാഗമായി കണ്ടിരുന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും സന്തോഷങ്ങളും തളർച്ചകളും പങ്കുവെച്ച ഒരാൾ, നമ്മുടെ തോളിൽ കൈചേർത്തു നടന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ ആ മുറിവ് വളരെ ആഴത്തിലായിരിക്കും. കാരണം അവിടെ തകരുന്നത് വെറുമൊരു ബന്ധമല്ല, നമ്മുടെ വിശ്വാസമാണ്. നാം അവർക്ക് മുന്നിൽ തുറന്നു വെച്ച നമ്മുടെ ഹൃദയത്തിനാണ് അവിടെ മുറിവേൽക്കുന്നത്. ആ വേദനയുടെ ആഴം അളക്കാൻ ഒരു സ്കെയിലിനും കഴിയില്ല.
അറിയില്ല. പക്ഷേ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിനെ അധികകാലം മൂടിവെക്കുവാൻ ആർക്കും സാധിക്കില്ല. അത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും. പൂഴ്ത്തിവെച്ച സത്യങ്ങൾ ഒരു നാൾ വെളിച്ചം കാണും. ഒരുപക്ഷെ ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ ആരുടെയെങ്കിലും ഒരു ചെറിയ നാക്കുപിഴയിലൂടെയാകാം ആ സത്യം നമ്മുടെ മുന്നിലേക്ക് പുറത്തു വരുന്നത്. അല്ലായെങ്കിൽ നിങ്ങൾ യാദൃശികമായി ഫോണിൽ കാണുന്ന ഒരു പഴയ മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ആകാം ആ വഞ്ചനയുടെ സത്യം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. ചിലപ്പോൾ എല്ലാ രഹസ്യങ്ങളുടെയും മറനീക്കാനായി പ്രപഞ്ചം തന്നെ, ആ ഈശ്വരൻ തന്നെ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിത്തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് ഏത് രൂപത്തിൽ വന്നാലും ഏത് വഴിയിലൂടെ വന്നാലും അതിനെ നേരിടാൻ നിങ്ങൾ മാനസികമായി തയ്യാറായിരിക്കണം. ഈ വഞ്ചനയുടെ ഏറ്റവും ഭീകരമായ വശം ഒരുപക്ഷെ ഇതാണ്. നിങ്ങളുടെ മുന്നിൽ അവർ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആൾരൂപമായി അഭിനയിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കെതിരെ അസൂയും വെറുപ്പുമായിരുന്നു. നിങ്ങളുടെ ഓരോ വിജയത്തിലും അവർ പുറമെ വലിയ സന്തോഷം നടിച്ചു. നീ ഇത് നേടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് അവർ നിങ്ങളുടെ മുഖത്തു നോക്കി പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ പുറകിൽ നിന്ന് അവർ നിങ്ങളെ എങ്ങനെ താഴേക്ക് വലിച്ചിഴക്കാം എന്നതിനെക്കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങളെ തകർക്കാം എന്നുള്ള വഴികൾ നോക്കുകയായിരുന്നു. നിങ്ങൾ കേൾക്കെ നിങ്ങളെ പുകഴ്ത്തിയ അതേ നാവുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തരം താഴ്ത്താനും നിങ്ങളെ തകർക്കാനുമുള്ള മൂർച്ചയേറിയ വാക്കുകൾ അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇതൊരു സാധാരണ വഞ്ചനയായിരുന്നില്ല. അതൊരു തണുത്ത യുദ്ധമായിരുന്നു. നിങ്ങളറിയാതെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അവർ നിങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധം. അപ്പോൾ നാം ഇത്രയും വലിയൊരു ആഘാതത്തെ, ഇത്രയും വലിയൊരു ചതിയെ എങ്ങനെയാണ് നേരിടുക? നാം തകർന്നു പോകില്ലേ? ഭാഗ്യവശാൽ ഈ ദൈവിക സന്ദേശം നമ്മെ ഇരുട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിർത്തി ഭയപ്പെടുത്തുന്നില്ല. ആ വരാൻ പോകുന്ന വലിയ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ ആവശ്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അത് നമുക്ക് നൽകുന്നുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാനുള്ള വഴിയല്ല, മറിച്ച് നമ്മുടെ ആന്തരികമായ ശക്തിയെ കണ്ടെത്തി ഏത് വലിയ പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്താർജിക്കാനുള്ള ആത്മീയ വഴികളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഈ ജൂൺ മാസം കഴിയുന്നതിന് മുൻപ് നിങ്ങളൊരു വലിയ വഞ്ചനയെ നേരിടേണ്ടി വരും. അത് ഏത് രൂപത്തിലാണ്, ഏത് വഴികളിലൂടെയാണ് വരാനുള്ളതെന്ന് നിങ്ങൾക്ക് ഈ ഒരു അധ്യായം കേൾക്കുമ്പോൾ ഏകദേശം മനസ്സിൽ ഒരു ധാരണയുണ്ടാവും. ഏത് വഴിയായിരിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം ആഘാതം ഉണ്ടാവണമെങ്കിൽ അത് ഈ കാരണത്താലാവാമെന്നുള്ള ഒരു ബോധം, ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചിന്തിച്ച് ആ സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ കൂടി കണക്കിലെടുത്ത് മുന്നോട്ട് പോകണം. അല്ലായെങ്കിൽ നിങ്ങൾ പകച്ചു നിൽക്കേണ്ടി വരും. ഈ മാർഗനിർദ്ദേശം വളരെ സമഗ്രമാണ്. കാരണം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവ മൂന്നിനെയും ഒരുപോലെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അതിനായി 4 തൂണുകളാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. മനസ്സിൻ്റെ കരുത്ത്. ആദ്യമായി നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. അതിനായി ഞാൻ ശക്തനാണ്, എനിക്ക് ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയും, എന്നെ തകർക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ സ്വയം ആവർത്തിച്ച് പറയുക. സ്വയം നൽകുന്ന ആത്മവിശ്വാസം വലിയൊരു കവചമാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഊർജം. പ്രതിസന്ധികളെ നേരിടാൻ ശരീരത്തിന് വലിയ തോതിൽ ഊർജം ആവശ്യമുണ്ട്. മാനസിക വിഷമം വരുമ്പോൾ നാം ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട്. അത് പാടില്ല. അതിനായി നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ശരീരം തളർന്നാൽ മനസ്സ് കൂടുതൽ തളരും. ആത്മീയമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിനെ സംരക്ഷിക്കാൻ ഒരു ആത്മീയ കവചം ആവശ്യമുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മന്ത്രമോ അല്ലെങ്കിൽ കുറച്ചു സമയം പ്രാർത്ഥനയോടുള്ള ധ്യാനമോ ആകാം. അത് നിങ്ങളുടെ ആത്മാവിന് ശാന്തത നൽകും. അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കുക. അവസാനം വലിയൊരു സത്യം അറിയുമ്പോൾ വികാരങ്ങൾ ഇരച്ചു കയറി വരും. അതിനെ തടഞ്ഞു നിർത്തരുത്. അത് തികച്ചും സ്വാഭാവികമാണ്. സങ്കടം വന്നാൽ മുറിക്കുള്ളിലിരുന്ന് കണ്ണീരിനാൽ അത് പുറന്തള്ളുക, അല്ലാതെ ദേഷ്യത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ പുറത്തെടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത്. ഈ 4 തൂണുകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ആ കൊടുങ്കാറ്റിനെ നേരിടാൻ പൂർണ്ണമായ കരുത്ത് ലഭിക്കുന്നത്. ആ വഞ്ചനയുടെ സത്യം വെളിപ്പെടുന്ന ആ നിർണായക നിമിഷത്തിലും അതിനുശേഷവും നാം എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള 5 വലിയ നിർദ്ദേശങ്ങൾ. ആ നിമിഷത്തെ നമ്മുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കാരണം ആ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വരുംകാല ജീവിതത്തെയും ഭാവിയും രൂപപ്പെടുത്തുന്നത്. ശരിയായ രീതിയിൽ പ്രതികരിച്ചാൽ കൂടുതൽ വേദനകളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷപ്പെടാം. നമ്മുടെ ഉള്ളിലെ മുറിവ് ഉണങ്ങുന്ന പ്രക്രിയ വളരെ വേഗത്തിലായിരിക്കും. അതിലൊന്നാമത്തെ നിർദ്ദേശം, ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ഒന്നായിരിക്കാം. ഒന്നും ചെയ്യാതിരിക്കുക. സത്യം അറിയുന്ന ആ നിമിഷം അവരെ ഫോണിൽ വിളിക്കരുത്, മെസ്സേജുകൾ അയക്കരുത്, ചീത്ത വിളിക്കരുത്, നേരിൽ പോയി കണ്ട് വഴക്കുണ്ടാക്കരുത്. പൂർണ്ണമായ നിശബ്ദത പാലിക്കുക. കാരണം ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ കോപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അപമാനത്തിൻ്റെയും വലിയ കൊടുങ്കാറ്റ് തന്നെ വീശിയടിക്കുകയായിരിക്കും. അത്തരം കൊടുങ്കാറ്റുള്ള സമയത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമ്മളെ കൂടുതൽ അപകടത്തിലേക്കും കെണിയിലേക്കും നയിക്കും. ആ കൊടുങ്കാറ്റൊന്ന് അടങ്ങട്ടെ, ശാന്തമായി ചിന്തിക്കാൻ കഴിയുന്നതുവരെ കാത്തിരിക്കുക.
നിങ്ങളുടെ മൗനം നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വലിയ വിവേകമാണ്. അടുത്തത് ആത്മനിന്ദയാണ്. അതായത് സ്വയം പഴിക്കുന്നതിനെ പൂർണ്ണമായി ഒഴിവാക്കുക. സത്യം അറിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ അവരെ അത്രമാത്രം സ്നേഹിച്ചതാണോ? ഞാൻ ചെയ്ത തെറ്റ് അവരെ വിശ്വസിച്ചതാണോ? അവർക്കൊപ്പം എല്ലാത്തിനും കൂടെ നിന്നതിനാണോ? ഇങ്ങനെയൊരു നിമിഷം പോലും ചിന്തിക്കരുത്. ദൈവികമായ ഈ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് സംഭവിച്ചത് നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നതുകൊണ്ടാണ് ചതിയുടെ കരിനിഴൽ നിങ്ങളുടെ മേൽ പതിഞ്ഞത്. അത് ചെയ്തത് അവരുടെ തെറ്റാണ്. വിശ്വസിച്ചത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളുടെ സ്നേഹിക്കാനുള്ള കഴിവ് നിങ്ങളുടെ വലിയ ശക്തിയാണ്. ആ ശുദ്ധമായ സ്നേഹത്തെ വഞ്ചിക്കാനുള്ള അവരുടെ തീരുമാനം അവരുടെ വലിയ ബലഹീനതയും പാപവുമാണ്. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തരുത്. മൂന്നാമതായി, നിങ്ങൾ വളരെ വിവേകത്തോടെ പെരുമാറുക. ഈ ചതിയുടെ സംഭവം പുറത്തറിയുമ്പോൾ ചില മനുഷ്യർ ആത്മാർത്ഥമായ പിന്തുണയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നാൽ മറ്റു ചിലർ വരുന്നത് നിങ്ങളുടെ വേദന കണ്ട് ഉള്ളിൽ സന്തോഷിക്കാനും അത് ആസ്വദിക്കാനുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തകർന്ന ഹൃദയം എല്ലാവർക്കും മുന്നിലും തുറന്നു വെക്കരുത്. ഈ ദുർബലമായ അവസ്ഥയിൽ നിങ്ങളുടെ മാനസിക ഊർജ്ജം സംരക്ഷിക്കുക. ഇത് വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ആരുടെ കണ്ണിലാണോ നിങ്ങൾക്ക് ആത്മാർത്ഥമായ സ്നേഹവും കരുതലും കാണാൻ കഴിയുന്നത്, അവരെ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കുക. ബാക്കിയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. ഇനി അടുത്തത്, നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച, നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച, നിങ്ങളുടെ നാശം ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ച, ചതിച്ച അവരെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കാതിരിക്കുക. അത് കേൾക്കുമ്പോൾ ചിലർക്ക് വിചിത്രമായി തോന്നാം. നമ്മുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ചതിയും വഞ്ചനയുടെ കരിനിഴൽ കൊണ്ടുവന്നവരെക്കുറിച്ച് നാം 4 പേരോട് 2 കുറ്റം പറയേണ്ടേ എന്ന് തോന്നാം. പക്ഷേ അതിന് വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അത് നല്ലതായാലും മോശമായാലും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവർക്കൊരു സ്ഥാനം നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജ്ജവും അവർക്ക് വേണ്ടി വീണ്ടും പാഴാക്കരുത്. നിങ്ങളുടെ നിശബ്ദതയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളുടെ നിശബ്ദതയാണ് അവർ കൂടുതൽ ഭയപ്പെടുകയും ചെയ്യുക. കാരണം അത് അവരെ പൂർണ്ണമായി അവഗണിക്കുന്നതിന് തുല്യമാണ്. അടുത്തതായി, നിങ്ങൾ ആ വാതിൽ എന്നേക്കുമായി അടക്കുക എന്നതാണ്. ഈ ചതി പുറത്തറിഞ്ഞ് നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ അവർ തീർച്ചയായും മടങ്ങി വരും, അത് ഉറപ്പാണ്. വലിയ ക്ഷമാപണവുമായി, കണ്ണീരുമായി, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഒരുപാട് വാഗ്ദാനങ്ങളുമായി അവർ നിങ്ങളുടെ കാലു പിടിക്കാൻ ഒരുപക്ഷെ വന്നേക്കാം. എന്നാൽ ഓർക്കുക, ആ ഒഴുക്കുന്ന കണ്ണീരിനെ അവരുടെ പശ്ചാത്തലമായി കാണരുത്, മറിച്ച് അതവരുടെ ഭയമായി കാണുക. അതവരുടെ ഏറ്റവും അവസാനത്തെയും ഏറ്റവും അപകടകരവുമായ അടവാണ്. ഒരിക്കൽ കൂടി ആ വാതിൽ അവർക്കായി തുറന്നു കൊടുത്താൽ അത് നിങ്ങളുടെ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. അതുകൊണ്ട് ആ വാതിൽ എന്നേക്കുമായി അടക്കുക. ഇത്രയും വലിയ വഞ്ചനയിലൂടെ കടന്നുപോയിട്ട് എനിക്കെന്താണ് നേട്ടമെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? മനസ്സിൽ വല്ലാത്തൊരു ശൂന്യത തോന്നാം. എന്നാൽ ഈ ദൈവികമായ സന്ദേശം അവസാനിക്കുന്നത് ഒരു ദുരന്തത്തിലല്ല, മറിച്ച് വലിയൊരു വാഗ്ദാനത്തിലൂടെയാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു വിമോചനത്തിൻ്റെ വാഗ്ദാനം. ഈ സത്യം വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് ഇത്രയും കാലം നിങ്ങളെ ബന്ധിച്ചിരുന്ന, നിങ്ങളുടെ വളർച്ച തടഞ്ഞിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാക്കാനാണ്. പ്രിയപ്പെട്ടവരെ, 2 അവസ്ഥകളും തമ്മിലുള്ള വ്യത്യാസമൊന്ന് ആലോചിച്ചു നോക്കുക. ഈ വേദനാജനകമായ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താൽക്കാലികമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കൂട്ടിലാണെന്ന് പോലും അറിയാതെ ആ ചതിയുടെ സ്നേഹമാകുന്ന കൂട്ടിൽ ജീവിച്ചിരുന്ന ആ അജ്ഞതയുടെ കൂട് അത് തുറന്നു തരുന്നു. മുൻപ് നിങ്ങൾ ഒരു വലിയ നുണയുടെ ഭാഗമായിരുന്നു, ഒരു വിഷലിപ്തമായ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ആ ബന്ധം പൊട്ടിച്ചെറിഞ്ഞ നിമിഷം നിങ്ങൾ ആദ്യമായി യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയും. നിങ്ങൾ ഈ ലോകത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ വിഷലിപ്തമായ സ്വാധീനം നീക്കം ചെയ്യപ്പെടും. നിങ്ങളുടെ മുൻപോട്ടുള്ള പാത തെളിഞ്ഞു കാണും. നിങ്ങളുടെ ഭാഗ്യനദിയെ തടഞ്ഞു നിർത്തുന്ന വലിയൊരു അണക്കെട്ട് പൊളിയുന്നത് പോലെയാണിത്. ആ തടസ്സം മാറുന്നതോടെ നിങ്ങളുടെ ജീവിതം അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഒഴുകാൻ തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വളർച്ചയും സമാധാനവും വിജയം കൊണ്ടുവരും. അവസരങ്ങളുടെ പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. കാരണം നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ വഞ്ചനയുടെയും ചതിയുടെയും കരിനിഴൽ പരത്തുന്ന അത്തരം ദുഷ്ടരിൽ നിന്ന്, അത്തരം ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് നാം സ്വതന്ത്രരാകുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരിക്കും കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നീതി നൽകും. ഇതാണ് ഈ വലിയ സന്ദേശത്തിൻ്റെ ആത്യന്തികമായ പാഠം. അനുഭവിച്ചതും വരാൻ പോകുന്നതുമായ ഈ ദുരനുഭവം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീച്ചൂളയായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ഇരുമ്പ് കഷ്ണം തീയിൽ വെന്തുരുകി ശക്തമായ ഉരുക്കായി മാറുന്നത് പോലെ ഈ ഒരു സാഹചര്യത്തിൽ തീയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ കരുത്തുള്ള, കൂടുതൽ യഥാർത്ഥമായ ഒരു പുതിയ വ്യക്തിയായി പുറത്തു വരും. ഈ വലിയ സത്യത്തെ
ഈ ചതിയെ ധൈര്യത്തോടെ നേരിട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുൻകൂട്ടി ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നത്. അതിനെ മറികടക്കാനുള്ള കൂടുതൽ ഊർജ്ജം നിങ്ങൾക്ക് സംഭരിക്കാൻ സാധിക്കും. ആത്മധൈര്യം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രതിസന്ധികളെ പൂർണ്ണമായി മറികടക്കുവാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചതിയും വഞ്ചനയും ആഭിചാരവും നെഗറ്റീവ് ക്രിയകളും എല്ലാം തന്നെ ഉണ്ടായേക്കാം. അത് നമ്മെ തളർത്തിയേക്കാം. എന്നാൽ ഓർക്കുക, നാം തനിച്ചല്ല. ധൈര്യമായിരിക്കുക. ആ പ്രപഞ്ചശക്തിയിൽ, മഹാദേവനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. നിങ്ങളുടെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ ദൈവിക ശക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളും അകന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.